നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മിക്ക സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നില്ല, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ലിയോ മെസ്സിയുടെ സെക്യൂരിറ്റി ആയിട്ടുള്ള ബോഡി ഗാർഡായിട്ട് പ്രവർത്തിക്കുന്ന യാസിൻ ചിക്കുവാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം എക്സ് മിലിറ്ററി ആണ് എന്നൊക്കെ പലരും പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെയല്ല കാര്യങ്ങളെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ചുകാരനായിട്ടുള്ള ആളാണ്. PSG നിന്ന് മെസ്സി ഇൻ്റർ മയാമിയിലേക്ക് പോയപ്പോൾ കൂടെ കൂട്ടിയതാണ്. അതൊക്കെ വിശദമായി വേറൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ യാസിൻ ചേക്കു ഇൻ്റർ മയാമിയുടെ പ്രീ സീസൺ മത്സരങ്ങളിൽ ചില ആളുകൾ പിച്ച് ഇൻവേഷൻ നടത്തി മെസ്സിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നതും അദ്ദേഹം വീണതുമൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മെസ്സിയുടെ പ്രൈവറ്റ് ബോഡി ഗാർഡാണ്. ആ സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ടാവും, അവരാണ് പിച്ച് ഇൻവേഷനൊക്കെ തടയേണ്ടത്. അവരത് ചെയ്യാത്തതുകൊണ്ടാണ് തനിക്കത് ചെയ്യേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ യാസിൻ ചേക്കോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് തൻ്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേഡിയം സെക്യൂരിറ്റി ടീംസിന് ഹോണ്ട്രാസിലെയും പെറുവിലെയും സ്റ്റേഡിയം സെക്യൂരിറ്റി ടീംസിനോട് അറിയിക്കുകയാണ്. എന്നാൽ എൻ്റെ റോള് എന്ന് പറയുന്നത് ഫാൻസ് പിച്ചിലേക്ക് ഇറങ്ങുന്നത് തടയുക എന്നുള്ളതല്ല. ആ റെസ്പോൺസിബിലിറ്റി സ്റ്റേഡിയം സെക്യൂരിറ്റി സ്റ്റാഫിൻ്റേതാണ്. പക്ഷെ ഞാൻ ഹോണസ്റ്റായിട്ട് പറയട്ടെ, മോസ്റ്റ് ഓഫ് ദം, ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ഐ എംഫസൈസ് മോസ്റ്റ് എന്നുള്ളതാണ്. അവരിൽ മിക്കവരും വിത്തൗട്ട് ജനറലൈസിങ് ഞാൻ പറയട്ടെ, അവരുടെ ഡ്യൂട്ടികളിൽ അത്ര ഫോക്കസ്ഡ് അല്ല, ആർ നോട്ട് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദെയർ ഡ്യൂട്ടീസ്. അതിനു പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഉറപ്പാക്കാതെ കളി കാണുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതിലൊക്കെയാണ് അവർ വ്യാപൃതരാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധ അവരുടെ ജോലിയിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഞാൻ തീരുമാനമെടുക്കുകയും ഞാൻ എൻ്റെ ഇനീഷ്യേറ്റീവിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പ്ലീസ് ജെൻറ്റിൽമാൻ ഓഫ് ദി സെക്യൂരിറ്റി സ്റ്റാഫ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് എല്ലാ റെസ്പെക്റ്റോടു കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും വിജിലൻ്റ് ആവണം. സ്റ്റേ വിജിലൻ്റ്. നിങ്ങളുടെ ജോബ്, നിങ്ങൾക്ക് പണം കിട്ടുന്നല്ലേ, നിങ്ങൾക്ക് പണം തരുന്ന ജോബ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. സ്റ്റേഡിയത്തിൻ്റെ സേഫ്റ്റി, പ്ലെയേഴ്സിൻ്റെ സേഫ്റ്റി, ഫാൻസിൻ്റെ സേഫ്റ്റി, അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, എല്ലായ്പ്പോഴും റെഡി ആയിരിക്കും ആവശ്യമുള്ള സമയത്ത് അതിലിടപെടാൻ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുന്നില്ലെങ്കിൽ ആ മിഷൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിട്ട് മാറും. എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഞാനൊരു സെലിബ്രിറ്റി ഒന്നുമല്ല, എനിക്ക് ഈഗോയുമില്ല. ഞാൻ ഈ ഒരു ജോലിയിൽ നിന്ന് $3 മില്യൺ ഒരു വർഷം ഉണ്ടാക്കുന്നുമില്ല. അങ്ങനെ ചില മീഡിയാസ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാൻ സിംപ്ലി ഒരു വർക്കറാണ്. ഒരുപാട് മില്യൺ കണക്കിന് ആളുകളെ പോലെ മറ്റൊരാൾ മാത്രം. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു. ഏറ്റവും അധികം ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യുന്നു. എൻ്റെ റോളെന്ന് പറയുന്നത് ആളുകളുടെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക്, ഫാൻസിനും മറ്റുമൊന്നും ഹാം ഉണ്ടാക്കാതെ എൻ്റെ ജോലി ചെയ്യുക. ഞാൻ എന്തൊക്കെയാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടി തയ്യാറുമാണ്. ഞാൻ റെഡിയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഫീൽഡ് മുഴുവനും ഇങ്ങനെയുള്ള ആളുകളെ തടയാൻ വേണ്ടി ഓടേണ്ടി വരും, ഞാനതിന് റെഡിയാണ്. അതുപോലെ തന്നെ മുഖമടിച്ച് 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ വീഴേണ്ടി വരും, അതിനും തയ്യാറാണ്. ഒരു പക്ഷേ ചിലപ്പം ടാക്കിൾ ചെയ്യപ്പെട്ടേക്കാം, ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടേക്കാം, ഇതൊക്കെ സംഭവിക്കാം. ഇതൊന്നും എനിക്ക് വിഷയമല്ല. കാരണം എൻ്റെ ഇമേജ് അല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ മിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പൂർത്തീകരിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ പോലും കൊടുക്കേണ്ടി വരും. അതിന് ഞാൻ തയ്യാറാണ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. എന്തായാലും എൻ്റെ ഒരു കാര്യം, ബിക്കോസ് ബിയോണ്ട് വാട്ട് അതേഴ്സ് തിങ്ക്, ബിയോണ്ട് ദി സ്ട്രഗിൾസ്, ബിയോണ്ട് ദി സാക്രിഫൈസസ്, what truly defines me is my commitment, my purpose. Thank you all. Take care. May God bless and protect you, for he is the true protector എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യാസിൻ ചേക്കോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.